മരണകുടീരത്തിൻ മാസ്മരനിദ്ര വിട്ടു മടങ്ങി വന്നൊരു പൂവുകൾ ചിരിച്ചു കാവുകൾ ചിരിച്ചു ജോവിൽ ദിനകരൻ ചിരിച്ചു വീശിപ്പിടിക്കും നിന്നെ സ്വപ്നമാം പൊയ്കയിൽ ഞാൻ വളർത്തും പുഷ്പഗന്ധി സ്വപ്നഗന്ധി മാധവമാസ നിലാവിൽ മണമൂറും മലർക്കുടിലിൽ മാധവമാസ. കഴിഞ്ഞ ലക്കത്തിൽ വിൻസെൻ്റ് നടൻ്റെ താരോദയവും അദ്ദേഹത്തെ വളർച്ചയും പറഞ്ഞു. ആദ്യകാല സംവിധായകരൊക്കെ അവരുടെ ആദ്യകാല സിനിമകളിൽ വിൻസെൻ്റ് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ജോഷിയെപ്പോലുള്ള സംവിധായകരുടെ മറുപടിയൊക്കെ കഴിഞ്ഞ ലക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ അത് സിനിമയുടെ ആവർത്തനമാണ്. എല്ലാവരും അങ്ങനെ മാർക്കറ്റുള്ളവരെ മാത്രമേ നോക്കുകയുള്ളൂ. ആർക്കാണോ മാർക്കറ്റ് അവരെ നോക്കും. അല്ലാതെ കടപ്പാടൊന്നും ആർക്കും ഈ ലോകത്തിൽ, സിനിമാ ലോകത്ത് പ്രത്യേകിച്ചില്ല. അങ്ങനെ നമ്മളിനി ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹം സത്യൻ്റെ കൂടെ അഭിനയിക്കുന്ന ഭാഗ്യം ഉണ്ടായി എന്ന് വിൻസെൻ്റ് പറയും. കാരണം അടുത്ത തലമുറയിൽ വന്ന ഏറ്റവും കൂടുതൽ സത്യൻ സാറിൻ്റെ കൂടെ അഭിനയിച്ചുള്ള നടൻ വിൻസെൻ്റ് ആയിരുന്നു. ആ മൂന്നാം കാലഘട്ടത്തിൽ വന്ന നടന്മാരിൽ രാഘവനും സുധീറിനെയൊക്കെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ സത്യനോടൊത്ത് സഹകരിക്കാൻ ഭാഗ്യം സിദ്ധിച്ച നടൻ വിൻസെൻ്റ് ഒരിക്കൽ പറയുകയുണ്ടായി. അത് പി ഭാസ്കരൻ ചെയ്ത 3 പൂക്കൾ, അതിൽ അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ വേഷമായിരുന്നു. പിന്നീട് കൃഷ്ണൻ നായർ സാർ ചെയ്ത ഭീകര നിമിഷങ്ങൾ എന്നൊരു പടമുണ്ട്. ഭീകര നിമിഷങ്ങൾ ഒരു കുടുംബത്തിൽ പെട്ടെന്നൊരു ദിവസം ജയിൽ ചാടിയ കുറ്റവാളികൾ ഒരു വീട്ടിൽ വന്നു കയറി അവർ ബന്ദികളാവുകയും അവർക്കൊന്നും ചെയ്യാൻ പറ്റാവുന്ന അവസരം. വിൻസെൻ്റ് ഒരു കോളേജ് പയ്യൻ, ഒരു 10-18-20 വയസ്സുള്ള പയ്യനായിട്ടാണ് ഷീലയുടെ സഹോദരനായിട്ട് വളരെ നല്ല റോൾ ചെയ്യുകയും സത്യൻ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. നീ ഭാവിയുള്ള നടനാണെന്ന് പറയുകയും സത്യൻ കുറേയധികം റോളുകളിലേക്ക് റെക്കമെൻഡ് ചെയ്തു. അങ്ങനെയാണ് സുപ്രിയ ഫിലിംസ് സത്യൻ്റെ അവസാനകാല ചിത്രങ്ങളിലൊന്ന് കരകാണക്കടൽ. എല്ലാവർക്കും ഓർമ്മയുണ്ട്. നല്ല പാട്ടുകളോടും നല്ല ക്യാമറയും കൊടൈക്കനാലിൻ്റെ പീരുമേടിൻ്റെയൊക്കെ പശ്ചാത്തലം ചെയ്തൊരു സിനിമയായിരുന്നു. മുട്ടത്തുറക്കയുടെ പ്രശസ്ത നോവലായിരുന്നു. അതിൽ സത്യൻ കുടികിടപ്പുകാനായിട്ട് താമസിക്കുന്ന ആ എസ്റ്റേറ്റിലെ മുതലാളിയുടെ മകനായിട്ടാണ്. അയാൾ ജയഭാരതി പ്രേമിക്കുകയും പക്ഷേ ജയഭാരതിക്കിപ്പോൾ മറ്റൊരാളുടെ പ്രേമം ഉണ്ടാവുകയും ഈ കല്യാണം നടത്താൻ പറ്റാതെ വരികയും ചെയ്യുന്നതും സത്യൻ മുതലാളിയുടെ മകനെന്ന നിലയിൽ തട്ടിക്കയറുകയും പിന്നീട് വിൻസെൻ്റ് നടത്തുന്ന സൽക്കാരത്തിൽ പങ്കെടുത്ത് തനിക്ക് തെറ്റുപറ്റിയെന്നൊക്കെ പറയുന്ന കുറേ സീനുകളുണ്ട്. അതിൽ സത്യനും വിൻസെൻ്റും നല്ല രീതിയിലുള്ള അഭിനയമാണ് സേതുമാധവ സാറിൻ്റെ നിയന്ത്രണത്തിൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും. താനാരാ? ഞാൻ ആരായാലെന്താ? താൻ വന്ന കാളവണ്ടിയാണോ റോഡിൽ കിടക്കുന്നത്? എങ്കിൽ വന്നതുപോലെ ഉടനെ മടങ്ങിപ്പോണം. ഞാൻ ഈ തൊട്ടിയെടുക്കാൻ വന്നതാണ്. ഞാൻ പറഞ്ഞത് മേരി വെള്ളം കോരാൻ വന്ന കാര്യമാണ്. മേരി വന്നതല്ല, ഞാൻ വരുത്തിയതാണ്. ഞാൻ ഇന്നൊരു നാടൻ പെണ്ണിൻ നാണം പൊത്തിയ ചിരി കണ്ടു. അവളെ അലങ്കരിക്കും. ഇക്കോയും കുഞ്ഞമ്മവും ആസ്പത്രിയിൽ വെച്ച് മരിച്ചുപോയെന്നാ കേട്ടത്. അയ്യോ, എന്റെ അപ്പച്ചൻ പാവമാണ്. എന്റെ അപ്പച്ചനെ രക്ഷിക്കണേ. എന്താ സങ്കടമെല്ലാം തീർന്നോ? കേസെങ്ങനെ ഇരിക്കുന്നു ചോദിക്കുഞ്ഞ്? കേസൊന്നും സാരമില്ല. ആസ്പത്രിയിൽ വെച്ച് തന്നെ ഇക്കോനും കുഞ്ഞമ്മനും ബോധം. മേരിക്ക് എന്നോട് ഇത്രയേറെ വിശ്വാസമില്ലെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അങ്ങനെ പറയരുത് ജോയിച്ച. എന്റെ അപ്പച്ചനെ രക്ഷിച്ച ജോയിച്ചനെ എനിക്ക് വിശ്വാസമാണ്.
എന്നിട്ടാണ് മേരി ആ പട്ടാളക്കാരനുമായുള്ള കല്യാണത്തിന് സമ്മതിച്ചത്. എനിക്ക് എന്നാ ചെയ്യാനൊക്കും ജോയിച്ച? എനിക്കതിനുള്ള ഉത്തരവാദിത്വമൊന്നുമില്ല. ജോയിച്ചിന് മാത്രമാണ് ഉത്തരവാദിത്വം. ജോയിച്ചൻ മാത്രമേ എന്റെ ശരീരത്തിൽ തൊട്ടിട്ടുള്ളൂ. അതെല്ലാ പെണ്ണുങ്ങളും പറയുന്നതാണ്. ഈ സൂത്രമൊന്നും ജോയിയോട് വേണ്ട. ജോയിച്ച, ഇവിടെ നിന്ന് ഇങ്ങനെ ബഹളം കൂട്ടിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. മേരിക്ക് അപകടം വല്ല സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കളയാൻ നോക്കും. അതിന് രൂപ വല്ലത് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തരികയും ചെയ്യാം. അതുപോലെ തന്നെയാണ് അഴകുള്ള സെരീനയിലെ വിൻസെൻ്റ് നായകൻ പ്രേം നസീർ വില്ലൻ. അങ്ങനെ ഒരു സിനിമയുണ്ടായിരുന്നു. അതും മുട്ടത്തുറക്കയുടെ ഒരു നോവലിനെ ബേസ് ചെയ്താണ്. പ്രേം നസീർ വിൻസെൻറ്റിൻ്റെ എസ്റ്റേറ്റിൻ്റെ മുതലാളിയാണ്. ജയപ്പാരെ നാട്ടിൽ നിന്ന് വരികയും അവരുടെ കല്യാണം നടത്തി കൊടുക്കുകയൊക്കെ ചെയ്യുകയും എന്നാൽ അവസാനം ചിരിച്ചുകൊണ്ട് തൻ്റെ ഭാര്യയെ നശിപ്പിച്ച വില്ലൻ കഥാപാത്രമായിട്ടാണ് പ്രേം നസീർ വരുന്നത്. അതിൽ നായകൻ വിൻസെൻ്റ് ആയിരുന്നു. പ്രകൃതി പത്തില സുഖം. മധുരത്തിൽ പൊതിഞ്ഞൊരു രഹസ്യം, ഒരു രഹസ്യം. സ്വർണ്ണനൂൽവല വീശി പിടിക്കും നിന്നെ സ്വപ്നമാം പൊയ്കയിൽ ഞാൻ വളർത്തും. നീ കുളിക്കും കടവിനരികിൽ, നീ കുളിക്കും കടവിനരികിൽ അരികിൽ. അങ്ങനെ കുറേയധികം ചിത്രങ്ങളിൽ വിൻസെൻ്റ് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ 78 എന്നൊരു വർഷമുണ്ട്. ആ വർഷം ഞാൻ ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ അദ്ദേഹം 22 ചിത്രങ്ങളിൽ അഭിനയിച്ചു. അത് റെക്കോർഡ് തന്നെയായിരുന്നു. കാര്യം എല്ലാത്തരം ചെറുകിട പ്രൊഡ്യൂസർമാരെയും സഹായിച്ചുകൊണ്ട് വിൻസെൻ്റ് ആയിരുന്നു. അതുകൊണ്ടായിരിക്കും അദ്ദേഹം പാവങ്ങളുടെ പ്രൈം മിനിസ്റ്റർ എന്ന് വിളിച്ചു വരുന്നത്. കാര്യം വിൻസെൻ്റ് ചിത്രങ്ങൾ എ ക്ലാസ് കഴിഞ്ഞാൽ ബിയിലും സിയിലും 25 ദിവസങ്ങൾ ഓടി ചിത്രങ്ങൾ പ്രേം നസീർ കഴിഞ്ഞാൽ വിൻസെൻറ്റിൻ്റെ മാത്രമായിരുന്നു. അത് എല്ലാവരും പറയുകയാണ്. ബി ക്ലാസ് സി ക്ലാസ് തിയേറ്ററുകളെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു ചെറുകിട നടനായിരുന്നു വിൻസെൻ്റ്. അതുകൊണ്ടായിരിക്കാം ക്രോസ് ബെൽറ്റ് മണി, ഈ ഡോക്ടർ ബാലകൃഷ്ണൻ, അങ്ങനെ ചെറുകിട ബാനറുകളെല്ലാം തന്നെ വിൻസെൻറ്റിൻ്റെ നായകനായിക്കൊണ്ട് ഒരു 3ാം തലമുറയുടെ ഹീറോ ആയിട്ട് വിൻസെൻ്റ് വളർന്നു വന്നത്. അദ്ദേഹം പാട്ട് രംഗങ്ങളിലും സ്റ്റണ്ട് രംഗങ്ങളിലും എല്ലാം ശോഭിക്കുകയും ചെയ്തിരുന്നു. പ്രേം നസീറിൻ്റെ കൂടെ ഒപ്പവും സത്യൻ്റെ കൂടെ ഒപ്പവും മധുസാറിൻ്റെ കൂടെ ഒപ്പവും ഒക്കെ അദ്ദേഹം പ്രവർത്തിച്ചു. അവരുടെ കൂടെ ഒക്കെ അഭിനയിച്ച് അവരുടേതായിട്ടുള്ള ഒരു അഭിനയ കളരിയിൽ നിന്ന് ഒരു പുതുപുത്തൻ ശൈലിയായിട്ട് അദ്ദേഹം വന്നിരുന്നു. അങ്ങനെ മലയാള സിനിമയിൽ പ്രശോഭിക്കുന്ന താരമായിരുന്നു അദ്ദേഹം. ഒരുപാട് ഡയറക്ടേഴ്സിന് അദ്ദേഹം ഗുണം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശശികുമാർ സാറിൻ്റെ പല സിനിമകളിലും നല്ല റോളുകളാണ് അദ്ദേഹത്തിന് നായക വേഷങ്ങളും വില്ലൻ വേഷങ്ങളും വരെ ചെയ്തിട്ടുണ്ട്. രാത്രി വണ്ടി എന്നൊരു സിനിമയുണ്ട്. അദ്ദേഹത്തിൻ്റെ തുടക്കകാലത്ത് ചെറുകിട വേഷങ്ങളിൽ നിന്ന് നായക വേഷത്തിലേക്ക് ആദ്യം തിരുന്ന മധുവിധു കഴിഞ്ഞിട്ടുള്ള പടം അതായിരുന്നു രാത്രി വണ്ടി. എഡിറ്റർ കെ നാരായണൻ ഡയറക്റ്റ് ചെയ്തൊരു പടമായിരുന്നു. വളരെയധികം സസ്പെൻസ് എറിഞ്ഞ സിനിമയിൽ ഉമ്മർ ഉണ്ടെങ്കിലും വിൻസെൻറ്റിനായിരുന്നു മുഖ്യ വേഷം. വിൻസെൻറ്റിൻ്റെ അഭിനയം കണ്ട് പത്രലോകം ഉൾപ്പെടെ പറഞ്ഞു, ഇതാ പുതിയൊരു താരത്തിൻ്റെ ഭാവി. ആകാര സൗഷ്ഠവം കൊണ്ടും അഭിനയം കൊണ്ടും എല്ലാം കൊണ്ടും മലയാള സിനിമയ്ക്ക് ഉതകിയൊരു നായകൻ രംഗപ്രവേശനം ഒന്നുണ്ട്. അങ്ങനെ രാത്രി വണ്ടി വളരെയധികം ഹിറ്റായി ഓടിയൊരു പടമാണ്. മരണകുടീരത്തിൻ മാസ്മര നിദ്ര വിട്ടു മടങ്ങി വന്നൊരൻ പ്രിയ സഖിയേ, വിജന തീരമേ കണ്ടു നീ. പൂവുകൾ ചിരിച്ചു കാവുകൾ ചിരിച്ചു ജോവിൽ ദിനകരൻ ചിരിച്ചു. ഓ നീലമേഘ ശ്യാമളവേണി നീ മാത്രമെന്തേ ചിരിച്ചില്ല. രാത്രി വണ്ടിക്ക് ശേഷം വിൻസെൻറ്റിന് നിരവധി ചിത്രങ്ങളാണ് മലയാള സിനിമ വെച്ച് നീട്ടുക. അതായിരിക്കും ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ 78 22 പടങ്ങൾ അഭിനയിച്ച റെക്കോർഡ് സൃഷ്ടിക്കുകയുണ്ടായി. കാര്യം എല്ലാ തിയേറ്ററുകളിലും ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ കളക്ട് ചെയ്യുകയാണ്.
അപ്പോൾ ചെറുകിട നിർമ്മാതാക്കൾക്ക് ഒരു അത്താണിയാണ് വിൻസെൻ്റ് എന്ന് പറയും നമ്മൾ. അങ്ങനെ എല്ലാ പക്ഷേ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ ആ കാലത്ത് കളറുകൾ തുടങ്ങിയപ്പോൾ മറ്റ് സോമൻ, സുകുമാരൻ എന്നീ നടന്മാർ കടന്നു വന്നപ്പോഴാണ് വിൻസെൻ്റ് ഒരു അപജയം സംഭവിച്ചത്. പിന്നെ ആ കാലഘട്ടത്തിൽ നാച്ചുറാലിറ്റിയിലേക്ക് കൂടുതൽ കടക്കുകയും ആ ഒരു പ്രത്യേക തരം സിനിമകൾ 80 കാലഘട്ടത്തിൽ തുടങ്ങുകയും ചെയ്തതോടുകൂടി വിൻസെൻ്റ്, രാഘവൻ, സുധീർ എന്നീ മൂന്നാം തലമുറക്കാരെ നടന്മാർക്ക് ഒരു ഇടിവ് സംഭവിക്കുകയും അവരുടെ പാറ്റേണുകളിലുള്ള സിനിമകൾ ഇല്ലാതാവുകയും കളർ സിനിമ വരികയും ഒരു മധ്യവർത്തി സിനിമകൾ എന്ന് പറഞ്ഞ പ്രത്യേക സിനിമകൾ മലയാള സിനിമകൾ ഉടലെടുത്തപ്പോഴത്തേക്ക് അത് പ്രത്യേകം സുകുമാരൻ, സോമൻ, രവി മേനോൻ അങ്ങനെ കുറേയധികം വേറെ തലമുറയുള്ള ആൾക്കാർ കടന്നു വരികയും പുതിയ ഡയറക്ടേഴ്സ് വരികയും അവരൊക്കെ സ്വാഭാവികമായിട്ടും കലയെയും കച്ചവടത്തിനെയും കൂട്ടിക്കലർത്തി ഒരു മധ്യവർത്തി സിനിമ ഉണ്ടാക്കുന്ന കാലഘട്ടത്തിൽ സ്ഥിരം പാറ്റേണുകളിൽ കുടുങ്ങിക്കിടന്ന വിൻസെൻ്റിനെ പോലുള്ള നടന്മാർക്കും വളരെയധികം പുറകോട്ട് പോകേണ്ടി വന്നു. അങ്ങനെ പടങ്ങളില്ലായിരിക്കുന്ന സമയത്ത് പോലും IV ശശിയുടെ മമ്മൂട്ടി നായകനായ ഇൻസ്പെക്ടർ ബൽറാമിൽ വളരെയധികം നല്ലൊരു വേഷം കൊടുത്തിരുന്നു. അങ്ങനെ IV ശശി തന്നെ പഴയകാല നായക നടന് ഇടയ്ക്കിടയ്ക്ക് അവസരം കൊടുക്കുമായിരുന്നു. പക്ഷേ മറ്റ് പല സംവിധായകരും വിൻസെൻ്റ് സഹായിച്ചുള്ള പല സംവിധായകരും അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കിയിട്ടില്ലായിരുന്നു. അത് ഒരു പക്ഷേ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയായിരിക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നിരുന്നാൽ പോലും ഇന്നും മലയാള സിനിമയിൽ പല പല പാട്ടുരംഗങ്ങളിലൂടെയും പല പല സിനിമകളിൽ കൂടെയും വിൻസെൻ്റ് നമ്മുടെ ഓർമ്മകളിൽ എത്താറുണ്ട്. ഇത് ഇലഞ്ഞി പൂമണം തന്നെ പാട്ടെടുക്കാം, അയൽക്കാരിയിൽ അങ്ങനെ ഒരുപാട് സിനിമകൾ, വാഗപ്പൂ മരം ചൂടും നേരത്തെ പറഞ്ഞ പോലെ, അല്ല മനസ്സും മനസ്സിൻ്റെ കാതിൽ എന്നുള്ള പാട്ട് സീനുകളിലൂടെയും പ്രത്യേകതരം ക്യാരക്ടറിലൂടെയും വിൻസെൻ്റ് കോളിനോസ് പുഞ്ചിരിയുമായി ഇന്ന് നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട്. അവാർഡുകളോ അങ്ങനെ ഒരു വലിയ എടുത്തു പറയത്തക്ക ക്യാരക്ടറും ഇല്ലെങ്കിൽ പോലും തിയേറ്ററുകളെ ഇളക്കി മറിയിക്കുന്ന ഒരു പ്രഭാവം വിൻസെൻ്റിന് ഉണ്ടായിരുന്നു എന്നത് പ്രത്യേകം രീതിയാണ്. അദ്ദേഹം പിന്നെ അങ്ങനെ സിനിമയൊന്നും ഇല്ലായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ഭാര്യയുടെ ഒരു കല്യാണത്തിന് പോകുന്ന ഒരു സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിന് സെറിബ്രൽ ഹെമറേജ്, തലച്ചോറിലേക്ക് രക്തസ്രാവം ഉണ്ടാകുകയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ മരണം. ഇനിയും ഒരു കാലം ഉണ്ടെന്ന് അദ്ദേഹത്തെ നിർമ്മാതാക്കളൊക്കെ സംവിധായകർ വീണ്ടും അച്ഛൻ വേഷം വല്ലയ്ക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഈ മരണം. അത് അദ്ദേഹത്തിൻ്റെ ഒരുപാട് സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും മാറ്റി വെച്ചുകൊണ്ട് വിൻസെൻ്റ് യുഗം അവിടെ അവസാനിക്കുകയായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ഇന്നും നമുക്ക് ഒരുപാട് സിനിമകളിൽ കൂടെയും മറ്റ് കാര്യങ്ങളുടെയും വിൻസെൻ്റിനെ നമുക്ക് ഓർക്കാൻ പറ്റും. പാട്ടുകൾ സീനിൽ കൂടെ സ്റ്റണ്ട് സീന് ക്രോസ് ബെൽറ്റുമരുടെ കൗബോയ് സിനിമകളിലേക്ക് ഒരു പ്രത്യേക ചലനങ്ങളിൽ കൂടെയാണ് അദ്ദേഹം ആ സ്റ്റണ്ടിനെ കൈകാര്യം ചെയ്യുന്നത്. സ്റ്റണ്ട് മാസ്റ്റർമാർ പറയും വിൻസെൻ്റിനെ ഇട്ടാൽ സ്റ്റണ്ട് ചെയ്യാൻ എളുപ്പമാണ്. ഈ നമ്മുടെ ജയൻ എല്ലാവരും പറയുന്നത് ആക്ഷൻ ഹീറോ ആണ്. പക്ഷേ ജയനേക്കാൾ മുമ്പേ ആക്ഷൻ ഹീറോ എന്ന പേരെടുത്തത് വിൻസെൻ്റ് ആയിരുന്നു. CID കണ്ടവരുണ്ടോ എന്നൊരു സിനിമയുണ്ട്. മല്ലികാർജുന റാവു എന്നൊരു ഡയറക്ടറാണ്. അദ്ദേഹം വിവിധ ഭാഷകളിൽ പടം ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം മലയാളത്തിലേക്ക് ഒരു ആക്ഷൻ പടം എടുക്കാൻ നോക്കിയപ്പോൾ തിരഞ്ഞെടുത്ത വിൻസെൻ്റിനെ ആയിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ കഴിവിനാണ് കാണിക്കുന്നത്. അതോടുകൂടി തമിഴിലും അദ്ദേഹത്തിന് ഒരുപാട് സിനിമകൾ ചെയ്യാൻ കഴിഞ്ഞ് തമിഴിലും അദ്ദേഹം അറിയപ്പെടുന്ന ഒരു താരമായിരുന്നു. അങ്ങനെ മലയാളത്തിൽ കൂടാതെ തമിഴിലും പേരെടുത്ത് വിലസിയ ഒരു നടൻ പെട്ടെന്ന് താരമൂല്യം സൂക്ഷിച്ച് ഇല്ലാതാവുകയായിരുന്നു. എല്ലാ നടന്മാർക്കും പറ്റും തന്നെ. എല്ലാ നടന്മാരും ഒരു കാലഘട്ടം മാത്രമേ നിലനിൽക്കുള്ളൂ. എന്നും നിലനിൽക്കുന്ന ഒരു നടനുമില്ല. അതിൽ നിന്ന് വിൻസെൻ്റ് മോചിതനായിരുന്നില്ല. പക്ഷേ നമ്മുടെ മലയാളി പ്രേക്ഷകനും മലയാള മാധ്യമങ്ങളൊക്കെ വിൻസെൻ്റിന് ഒരു പ്രോത്സാഹനം കൊടുത്തില്ല. അദ്ദേഹം സ്വന്തം പ്രയത്നം കൊണ്ടാണ് വളർന്നു വന്നത്. അപ്പം ഒരു ഘട്ടത്തിൽ ഒരു റെക്കോർഡ് സൃഷ്ടിച്ച പടങ്ങളുണ്ടായ നടനാണ് പെട്ടെന്ന് ഇങ്ങനെ ഇല്ലാതാവുന്നത്. അത് നമുക്കൊരു ശോചനീയമായ ഒരു അവസ്ഥ തന്നെയായിരുന്നു. വളരെയധികം നല്ല ക്യാരക്ടർ ചെയ്ത നടന് കാലഘട്ടം ഒന്നോ രണ്ടോ പടം പരാജയപ്പെട്ടതിൻ്റെ പേരിൽ മാറ്റി നിർത്തുകയാണ് കണ്ടത് നമ്മൾ. അങ്ങനെ ഒരുപാട് ഗാനരംഗങ്ങളിലൂടെയും സ്റ്റണ്ട് രംഗങ്ങളിലൂടെയും മലയാളത്തിൻ്റെ പ്രത്യേക ഒരു പന്താവ് വെട്ടിത്തുറന്ന് വിൻസെൻ്റ് തൻ്റേതായ ഒരു ഇടം കണ്ടെത്തിയ നടനാണ്. ആ വിൻസെൻ്റിനെ നമ്മൾ സെല്ലുലോയിഡ് ഈ ചാനലിലൂടെ ഓർക്കുകയാണ്.
അദ്ദേഹത്തെ ആരാധിക്കുന്ന ഒരുപാട് പേര് ഇന്നുമുണ്ട്. എൻ്റെ ഒരുപാട് സുഹൃത്ത് വിൻസെൻറ്റിനെ ആരാധിക്കുന്നുണ്ട്. ഭാര്യമാരെ ആവശ്യമുണ്ടെന്നൊരു പടത്തിൽ വന്നപ്പോൾ ആ സുഹൃത്ത് വിൻസെൻറ്റിനെ പോയി കാണുകയും വളരെയധികം സംസാരിക്കുകയും പഴയ കാലഘട്ടത്തെക്കുറിച്ച് നടന്മാരെ പറ്റും നടിമാരെ പറ്റും പ്രേം നസീർ സാറും സത്യൻ സാറും സഹായിച്ച കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മലയാള സിനിമ തലമുതിർന്ന നടിയന്മാർ അനുഗ്രഹിച്ച നടൻ ഇന്ന് വിസ്മൃതിയിലാണ്ടുപോയി. പഴയകാല ചിത്രങ്ങളിലൂടെ നമുക്ക് അദ്ദേഹത്തെ വീണ്ടും കാണാം. സെല്ലുലോയിഡ് അദ്ദേഹത്തിന് അസ്ത്രപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് വിൻസെൻ്റ് എന്ന നടനെ പറ്റിയുള്ള വിവരണങ്ങളോട് അവസാനിച്ചു. അടുത്തത് മലയാളത്തിലെ ആദ്യത്തെ പരൽ അവാർഡ് കൊണ്ടുവന്ന നടനെ പറ്റിയാവാം PG ആൻ്റണി. അദ്ദേഹത്തെ പറ്റിയുള്ള വിവരങ്ങളുമായി അടുത്ത എപ്പിസോഡ് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തും. നന്ദി, നമസ്കാരം.